ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഒരു സൺഡേ ആണ്. ഇന്ന് എനിക്കും ജോലിക്ക് പോകണ്ട, ഇക്കാക്കും പോകണ്ട, വീട്ടിൽ ഉമ്മ ആണെങ്കിൽ ഇല്ലേ. അപ്പം വിചാരിച്ചു സൺഡേ വ്ളോഗായിട്ടൊന്ന് ജസ്റ്റ് എടുക്കാമെന്ന്. രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ചമ്മന്തിക്കറിയും ചമ്മന്തിപ്പൊടിയും പിന്നെ ചായ ഇട്ടു. ഞാനും ഇക്കായിരുന്നു ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് നേരെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണമല്ലോ, അങ്ങനെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വിഴുക്കാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെണ്ടയ്ക്കയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ വെണ്ടയ്ക്ക വിഴുക്കാദ്യമേ അങ്ങ് വെച്ചെടുത്തു. ചോറെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായതിൽ കടുകും ഇട്ട് അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതും ഇട്ട് മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിഴുക്ക് അവിടെ കിടന്ന് സെറ്റ് ആവുമല്ലോ. ആ സമയത്ത് ബാക്കി പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വെച്ചു. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് റെഡിയാക്കി വെച്ചു. നമ്മൾ 3 പേരുണ്ട് ഇവിടെ, അനിയനുണ്ട്. അങ്ങനെ പിന്നെ മുട്ട പൊരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മുട്ടയൊക്കെ പൊരിക്കാൻ വേണ്ടി ഇങ്ങനെ സവാളയും ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഇതെല്ലാം കൊണ്ടിട്ട് കലക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ തലേ ദിവസം നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു. അങ്ങനെ അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിഴുക്കിന് ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടു. അങ്ങനെ മുട്ടയും പൊരിച്ചെടുത്തു. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ദാഹം തോന്നി. അങ്ങനെ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അത് ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു. അങ്ങനെ ഉച്ചയായപ്പോൾ നല്ല മാമ്പഴ പുളിശ്ശേരിയും ചമ്മന്തിയും മുട്ട പൊരിച്ചതും അച്ചാറും വിഴുക്കും എല്ലാം കൂടെ കൂട്ടി ഞാനും കഴിവത് കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ പുറത്ത് വന്നിരുന്ന് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ചായ കുടിക്കാമെന്ന് വെച്ചു. നമ്മളങ്ങനെ കുറേ ഞായറാഴ്ച ദിവസമല്ലേ കുറേ നേരം ഇരുന്ന് സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ നല്ല ബോളിയും ബിസ്ക്കറ്റും ബദാമും അച്ചപ്പവും മുറുക്കും അങ്ങനെ നമ്മൾ രണ്ടെണ്ണോടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുകയാണ്. ഇത് പുറത്തൊന്നും പോയാൽ ഈ ഒരു സുഖം കിട്ടത്തില്ല. പിന്നെ നമ്മൾ ചായ കുടിച്ചതിന് ശേഷം വണ്ടിയൊക്കെ കഴുകിയൊക്കെ ഇറങ്ങി ഞാൻ തുണി കഴുകാനും പോയി. ഉമ്മച്ചി വന്നപ്പോൾ ദാ നല്ല മുട്ടപ്പപ്സും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ചായ കുടിച്ചു, മുന്തിരി കഴിച്ചു. അങ്ങനെ ഇതാ ഓരോ കോലങ്ങൾ കാണിക്കുകയാണ്. ഉമ്മ ഓരോ ദിവസം എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് അങ്ങനെ ഇക്കതാ ഐസ്ക്രീം കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ഉമ്മ വന്നപ്പോൾ ഐസ്ക്രീം കൂടെ കൊണ്ടുവന്നു. അപ്പോൾ